യു.ഡി.എഫിനുള്ളിലെ തർക്കം രൂക്ഷമായതോടെ പാലാ നഗരസഭയിൽ പുതിയ നീക്കവുമായി എൽ.ഡി.എഫ്. ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരാനാണ് എൽ.ഡി.എഫ് തീരുമാനം. ഇന്ന് പ്രതിപക്ഷം അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയേക്കും. അതേസമയം പാലാ നഗരസഭയിലെ ഭരണസ്തംഭനം യു.ഡി.എഫിലെ തന്നെ പ്രതിസന്ധിയാണെന്ന് പാലാ നഗരസഭ പ്രതിപക്ഷ നേതാവ് ബിജു പാലുപ്പടവൻ. ചെറുപ്പക്കാരിയായ ചെയർപേഴ്സൺ വന്നപ്പോൾ ഭരണത്തിൽ പ്രതിപക്ഷം പിന്തുണ നൽകിയെന്നും ആ വിശ്വാസം കൊടുത്തത് പ്രതിപക്ഷത്തിന് ഭരണം പിടിക്കാനല്ലെന്നും ബിജു പാലുപ്പടവൻ പറഞ്ഞു. ഈ കുടുംബ കൂട്ടായ്മയെ വെച്ച് ഞങ്ങൾക്ക് വേണേൽ അന്ന് ഭരണം പിടിക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾ അന്ന് തീരുമാനിച്ചത് ഒരു കാരണവശാലും ഇവരുമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുമെന്നും പിന്നെ ഒരു ചെറുപ്പക്കാരിയായ ഒരു പെൺകൊച്ച് അവിടെ കയറിയതുകൊണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ 6 മാസക്കാരെ നടത്തിയിട്ടില്ല. കാരണം ഒരു ചെറുപ്പക്കാരി ഒരു പെൺകൊച്ച് അതിനെതിരെ പ്രതിപക്ഷം എതിർക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ട് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവരെ പിന്താങ്ങിയ കോൺഗ്രസിലെ 6 പേരും ഒറ്റക്കെട്ടായിട്ട്, 6 പേര് മാത്രമല്ല പാലായിലെ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിരിക്കുന്നു അവരിലുള്ള അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു പരസ്യമായിട്ട്. പക്ഷേ അവർക്ക് അറിയാം സ്വാഭാവികമായിട്ട് 6 പേർക്ക് കൊണ്ട് അവിശ്വാസം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ അവിശ്വാസത്തിൽ ഞങ്ങൾ മുൻപിൽ നിന്ന് ഈ കൊച്ചിനെ ഏതെങ്കിലും തരത്തിൽ വളഞ്ഞ വഴിയിലൂടെ ഭരണം പിടിക്കാൻ വേണ്ടിയല്ല, മറിച്ച് പാലായിലെ പൊതുസമൂഹം ചോദിക്കാൻ തുടങ്ങി. പാലായിൽ ഒരു ഭരണസ്തംഭനം വന്നിരിക്കുന്നു, നിങ്ങൾക്ക് എന്നോട് ധാർമ്മിക ഉത്തരവാദിത്തമില്ലേ എന്ന് ചോദിച്ചതുകൊണ്ടും അവർ 6 പേര് അവർ അവിശ്വാസം പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രമേയത്തിന് മുതിർന്നിരിക്കുന്നത്. സനോജ് ചേരുകയാണ്. സനോജ്, പാലായിൽ ഈ ഭരണമുന്നണിയിൽ വലിയ തർക്കങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അത് മുതലെടുക്കാനുള്ള നീക്കമാണോ എൽ.ഡി.എഫിൻ്റെ? അവിശ്വാസത്തിനുള്ള നീക്കങ്ങൾ ഏതുവരെയായി? വിശദാംശങ്ങൾ. ഷമ്മി, പാലാ നഗരസഭയിൽ നിലവിൽ യു.ഡി.എഫിൽ കടുത്ത പ്രതിസന്ധി തുടരുന്നതിനിടയിലാണ് സ്വതന്ത്ര മുന്നണിയോടുള്ള അവിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയം പാസാക്കി നേതൃത്വത്തെ അറിയിച്ചത്. എന്നാൽ ഈ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ യു.ഡി.എഫിലെ മറ്റ് ഘടകകക്ഷികൾ തയ്യാറാവാതെ വന്നിരുന്നു. ഇതിനെ തുടർന്ന് പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് കെ ഫ്രാൻസിസ് ജോർജ് എം.പി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയത്. അങ്ങനെ നഗരസഭയിൽ കടുത്ത ഭരണ പ്രതിസന്ധി രൂപപ്പെടുന്നതിനിടയിലാണ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വിശ്വാസത്തിനുള്ള നീക്കം ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി അവിശ്വാസത്തിനുള്ള നോട്ടീസ് ഇടതുമുന്നണി നൽകിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിലെ 6 അംഗങ്ങൾ നിലവിലെ സ്വതന്ത്ര മുന്നണിയുമായി ബന്ധപ്പെട്ടുള്ള ഭരണത്തോടുള്ള അവിശ്വാസം രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അവരുടെ കൂടി പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ എൽ.ഡി.എഫിനുള്ളത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിശ്വാസവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നഗരസഭയിൽ ഭരണപ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നും വലിയ തോതിലുള്ള ചോദ്യങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്നും എന്നാൽ തങ്ങൾക്ക് അധികാരത്തിൽ എത്താനുള്ള താല്പര്യമില്ല എന്നും രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായി പാലാ നഗരസഭയിൽ ഒരു അംഗം വന്നപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് തങ്ങൾ സ്വീകരിച്ചത് എന്നും എന്നാൽ അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോയത് എന്നും ഭരണമുന്നണിയിലെ ഭിന്നത മൂലം നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്നും ഈ ഘട്ടത്തിലാണ് അവിശ്വാസവുമായി മുന്നോട്ട് പോകുന്നത് എന്നുമാണ് എൽ.ഡി.എഫ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അവിശ്വാസം ചർച്ചക്കെടുക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള തീയതികളൊക്കെ തന്നെ പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഏറെ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇടതു മുന്നണി ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഷമ്മി, സനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.